ശ്രീല മാം നമസ്കാരം. നമസ്തേ. ഈ മലയാള സിനിമയിലെ കമ്പി കഥകളാണ് ഇപ്പോൾ പല ചാനലിലെ മാപ്രകളുടെ അന്തിചർച്ച എന്ന് പറയുന്നത്. ഈ WCCയിലെ ഒരംഗത്തിനെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഒരു യുവാവ് പേര് വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. അതായത് രഞ്ജിത്തിന്, സംവിധായകൻ രഞ്ജിത്തിന് ന്യൂഡ് ഫോട്ടോസ് അയച്ചു കൊടുത്തു, അല്ലെങ്കിൽ ന്യൂഡ് ഫോട്ടോസ് സംവിധായകൻ രഞ്ജിത്ത് എടുത്തു. അത് WCC അംഗം കൂടിയായ നടിയും സംവിധായകയുമായ രേവതിക്ക് രഞ്ജിത്ത് അയച്ചു കൊടുത്തു എന്നുള്ള വലിയ വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത, നടി റിമ കല്ലിങ്കലിന് പല പെൺകുട്ടികളെ ലഹരിക്ക് അടിമയാക്കുന്നു, നിശാ പാർട്ടികൾ, ലഹരിയുമായി ബന്ധപ്പെട്ട പാർട്ടികൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പാർവതി തിരുവോത്തിനെ സംബന്ധിച്ചാണെങ്കിൽ അബ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നതല്ലാതെ ആരിൽ നിന്നാണ് തനിക്ക് പീഡനം നേരിട്ടത്, സിനിമയിൽ തന്റെ അവസരങ്ങൾ കുറച്ചത് ആരാണ് പിന്നിൽ പ്രവർത്തിച്ചത്, ഇതൊന്നും പറയാനുള്ള ഒരു തന്റേടവും ധൈര്യവും കാണിക്കുന്നില്ല. അപ്പോഴും WCC പറയുന്നു തൊഴിലിടങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾ വേണം, അതിനുള്ള അവസരമായി ഇതിനെ കാണുന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് WCC ഉദ്ദേശിക്കുന്നത്? ആരെ പരാജയപ്പെടുത്തണമെന്നാണ്, ആർക്കെതിരെ തിരിയണമെന്നാണ്? കാരണം സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സംഘടനയാണെങ്കിൽ അതിൽ മുന്നിൽ നിൽക്കുന്ന ആള് തനിക്ക് നേരിട്ട അനുഭവങ്ങൾ പറയും. ഇപ്പോൾ രേവതിയൊക്കെ സംബന്ധിച്ച് പുറത്തു വരുന്ന വിവരങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്, റിമ കല്ലിങ്കലിനെയൊക്കെ കുറിച്ച് വരുന്നത്. അപ്പോൾ എന്താണ് ഈ WCC എന്ന സംഘടന ഉദ്ദേശിക്കുന്നത്? ആദ്യം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി വിഷയവുമായി ആദ്യത്തെ ചർച്ചയിൽ ഞാൻ വന്നപ്പോൾ തന്നെ വളരെ കൃത്യമായി ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഈ WCC എന്ന് പറയുന്ന ഈ സംഘടനയുടെ സ്ഥാപിത മെമ്പർ പോലും WCCയെ ചതിച്ച സ്ഥിതിക്ക് വളരെ കൃത്യമായി തന്നെ WCCയുടെ സ്ഥാപിത ലക്ഷ്യങ്ങളും മറ്റൊന്നായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ സ്ഥാപിത ലക്ഷ്യങ്ങൾ മറ്റൊന്നായിരുന്നു എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ചില ആരോപണങ്ങൾ, ലൈംഗിക ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഉണ്ടായെങ്കിലും ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിഞ്ഞു പോകുന്നു. അതായത് യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി യുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഹേമ കമ്മിറ്റി സിനിമാ രംഗത്തെ വിഷയങ്ങൾ പഠിച്ചപ്പോൾ ആ പഠിച്ച വിഷയങ്ങളിൽ വളരെ കൃത്യമായി മറ്റു പല വിഷയങ്ങളുമുണ്ട്. ആ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ പോകുന്നു, അതായത് ലഹരി അടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ പോകുന്നു എന്ന് രണ്ടാമതും ഞാൻ പറഞ്ഞ കാര്യമാണ്. ആ രണ്ട് പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ ശരിവെക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം രഞ്ജിത്തിനെതിരെ വന്ന ആരോപണം മാത്രമായി അത് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. രേവതിക്കെതിരെ വന്ന ആരോപണമായി അത് ചർച്ചയായിട്ടേ ഇല്ല. അവിടെയാണ് ആ ഇരട്ടത്താപ്പ്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പോലും WCCയുമായി ബന്ധപ്പെട്ട ചില മാധ്യമ പ്രവർത്തകർക്ക് അമിതമായ ബന്ധമുള്ള സ്ഥാപനം കൂടിയാണ് അത്. കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞ പ്രോഗ്രാം നടത്തിയതടക്കമുള്ള ചില മാധ്യമ പ്രവർത്തകർ, അവരുടെ വെബ്സൈറ്റുകൾ, അതുപോലെ തന്നെ കേരളത്തിലെ തന്നെ ചില മാധ്യമ പ്രവർത്തകർ, ഇടതുപക്ഷ അനുകൂലികളായ ചില മാധ്യമ പ്രവർത്തകർക്കൊക്കെ വളരെയധികം ബന്ധം ഈ ഒരു ഗാങ്ങുമായുണ്ട്. WCC എന്ന് പറയുന്ന ഒരു ഗാങ്ങുമായുണ്ട്. ഈ ഗാങ്ങുമായി മാധ്യമപ്രവർത്തകർ ബന്ധം വെക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അവിടെയും ഇവരെല്ലാം ഒരേ ഒരു ഇന്റൻഷന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ ആദ്യഘട്ടത്തിൽ കണ്ടതാണ്. WCC ഉണ്ടായപ്പോൾ മുതലുള്ള സ്ത്രീ പ്രശ്നങ്ങൾ ഇങ്ങോട്ട് എടുത്താൽ അതിനുശേഷം എത്ര പീഡന പരാതികൾ, സ്ത്രീ വിഷയമായിരുന്നു ഇവരുടെ ജെനുവിൻ കൺസേൺ എങ്കിൽ എത്ര പീഡന പരാതികൾ ഉയർന്നു. അലൻസിയറിനെതിരെ ദിവ്യ ഗോപിനാഥ് എന്ന് പറയുന്ന ഒരു നടി, അതുപോലെ തന്നെ അലൻസിയറിനെതിരെ മറ്റൊരു നടി, ഇങ്ങനെ പലരും അലൻസിയറിനെതിരെ ആരോപണം ഉന്നയിച്ചു. അലൻസിയറിന്റെ കൂടെ അഭിനയിക്കില്ല എന്ന് WCCയിലെ ഒരു നടിയും പറഞ്ഞിട്ടില്ല. എല്ലാ നടിമാരും അലൻസിയറിന്റെ കൂടെ അഭിനയിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെ ലിജു കൃഷ്ണ അടക്കമുള്ള ചില സംവിധായകരെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പഴയ തലമുറയിലെ ആൾക്കാരെ ക്രൂശിക്കുന്നതല്ലാതെ പുതിയ തലമുറയിലെ സിനിമാ സംവിധായകരുമായും സിനിമാ സെറ്റുകളിലും അരങ്ങേറിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയത്തിൽ WCC പ്രതികരണം നടത്തിയിട്ടുണ്ടോ? WCC യഥാർത്ഥത്തിൽ ദിലീപിനെ ക്രൂശിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് എന്ന സംശയമുണ്ട് എന്ന് ഞാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഹേമ കമ്മിറ്റി വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് വിഷയങ്ങൾ വന്നപ്പോൾ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആലോചിക്കുകയാണെങ്കിൽ ഒരു അധോലോകം പോലെ WCC ഇപ്പോൾ പ്രവർത്തിക്കുന്നു എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. മട്ടാഞ്ചേരി മാഫിയ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തമിഴിലെ ഒരു ഗായിക വളരെ 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 ഗുരുതരമായ ഒരു ആരോപണം ഉയർത്തിയിരുന്നു. ആഷിക് കപൂർ, റിമ കല്ലിങ്കലും ചേർന്ന് അവരുടെ വീടുകളിലെ പാർട്ടികളിലും കുട്ടികളെ ലഹരിക്കടിമയാക്കുന്നുവെന്നും അതുപോലെ തന്നെ നിരവധി പെൺകുട്ടികൾ സെക്ഷലി ചൂഷണം ചെയ്തിട്ടുണ്ടെന്നുള്ള ആരോപണമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ആ ആരോപണത്തെ കുറിച്ച് എന്താണ് കേരളത്തിലെ മാധ്യമങ്ങൾ മിണ്ടാത്തത്? കാരണം അവരെല്ലാം WCCയുമായി ബന്ധമുള്ളവരാണ്. അതുമാത്രമല്ല ആഷിക് കപൂറിനെതിരെ മറ്റൊരു ഗുരുതരമായ പരാതി ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആഷിക് കപൂർ പരിശുദ്ധന്റെ വേഷം കെട്ടി ചാനലുകളിലൊക്കെ കയറി ഇറങ്ങിയപ്പോൾ വന്ന ഒരു പരാതി എന്തായിരുന്നു? 40 ലക്ഷം രൂപ അയാൾ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വലിയ രീതിയിലുള്ള പരാതി ഉയർന്നു. അതിനു മുമ്പ് ഒരു സംഗീത നിശ്ചയവുമായി ബന്ധപ്പെട്ട, പ്രളയവുമായി ബന്ധപ്പെട്ടുള്ള സംഗീത നിശ്ചയവുമായി ബന്ധപ്പെട്ട ആഷിക് കപൂറിന്റെ പേര് പരാമർശിക്കപ്പെട്ടതല്ലേ? യഥാർത്ഥത്തിൽ മട്ടാഞ്ചേരി മാഫിയാണോ ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങൾക്ക് പിന്നിൽ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.
കുറച്ച് ജൂനിയർ നടിമാർ സ്വാഭാവികമായി അവരെ സംശയിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ സിനിമയിലേക്ക് വരുമ്പോൾ അവർക്ക് പ്രിവിലേജിന്റെ ബലമില്ലാതെ വരുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യപ്പെടേണ്ട പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷെ അതിലും ഗുരുതരമായ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെടേണ്ടത് അവിടുത്തെ ഇതിന് കാരണമായ, അതായത് പല പീഡകർക്കും ആ പീഡനം നടത്താൻ കാരണമായ ഇൻടോക്സിക്കേറ്റഡ് ആയി മാറുന്ന ലഹരിയുടെ ഉപയോഗം തന്നെയാണ്. എന്തുകൊണ്ടാണ് ലഹരിയുടെ ഉപയോഗത്തെ പറ്റി ചർച്ച ചെയ്യാത്തത്? ലഹരിയുടെ ഉപയോഗത്തെ കുറിച്ച് ചർച്ച ചെയ്താൽ ഈ പറയപ്പെടുന്ന ഇവരിലേക്കൊക്കെ അന്വേഷണം ചെല്ലും. അത്തരത്തിലുള്ളവർ ആരോപണ വിധേയരായി മാറും. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ അടക്കം ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ വിഷയം എറണാകുളത്തെ ലഹരി ആ സംഘങ്ങളുടെ പ്രവർത്തനമാണ്. അതുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ പുറത്തു വരുമ്പോഴും മിണ്ടാതിരിക്കുകയും സിനിമയിൽ ആകെ കുറച്ച് സ്ത്രീവിരുദ്ധത മാത്രമുണ്ട് എന്ന് പറഞ്ഞു വെക്കാനുമാണ്, അല്ലെങ്കിൽ സ്ത്രീ പീഡനങ്ങൾ മാത്രമുണ്ട് എന്ന് പറഞ്ഞു വെക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഏതെങ്കിലും ഒരു നായിക നടി അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഫീൽഡിലുള്ള ഏതെങ്കിലും നടിമാർ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ? അത് മാത്രമല്ല, WCCയെ കുറിച്ച് വരുന്ന ആരോപണങ്ങൾ, നിരവധി ഗുരുതര ആരോപണങ്ങൾ WCCയെ കുറിച്ച് വരുന്നുണ്ട്. കുറച്ച് സ്ത്രീകളുമായി ചേർന്ന് ആകെ രൂപീകരിച്ച ഒരു സംഘടന, ആ സംഘടനയിൽ ഒരാളെ പോലും എക്സ്പാൻഡ് ചെയ്തിട്ടില്ല. ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർ, ഇപ്പോൾ ഭാഗ്യലക്ഷ്മി വളരെ ഗുരുതരമായ ഒരു കാര്യം പറഞ്ഞത്, ഈ നടിമാർ, അതായത് ലൈംലൈറ്റിൽ നിൽക്കുന്ന കുറച്ച് നടിമാർ മാത്രമാണ് ഇതിലുള്ളത്. അവരുടെ ഫോൺ നമ്പറോ അവർ എന്തെങ്കിലും സ്ത്രീ വിഷയം ഉണ്ടായാൽ അവരെ കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ചെന്ന് പറയാനോ പോലുമുള്ള സൗകര്യങ്ങളില്ല. അതിന് പ്രത്യേകമായ നീതമായ ഒരു രൂപമില്ല. കുറച്ച് 3, 4, 5 സ്ത്രീകളും ചില മട്ടാഞ്ചേരി മാഫിയയുടെ പുരുഷന്മാരും. ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന റിമയും ആഷിക്കും ഒരുമിച്ചല്ല എന്നാണ് ഞാൻ കേൾക്കുന്നത്. രണ്ടുപേരും രണ്ടു വഴിക്ക് വേർപിരിഞ്ഞു പോയി എന്നും കേൾക്കുന്നുണ്ട്. ഏതായാലും മട്ടാഞ്ചേരി മാഫിയ പോലുള്ള അത്തരത്തിലുള്ള ചില ആൾക്കാർ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവർ ആദ്യം ലക്ഷ്യം വെച്ചത് എവിടെയാണ്? അമ്മ എന്ന സംഘടനയിലാണ്. അമ്മ എന്ന സംഘടനയിലേക്ക് ലക്ഷ്യം വെച്ച് വളരെ മാന്യന്റെ വേഷം കെട്ടിക്കൊണ്ട് പൃഥ്വിരാജ് വന്ന് പറയുന്നു. പൃഥ്വിരാജിന്റെ സെറ്റിൽ ഒരു പീഡനം നടന്നു. പൃഥ്വിരാജ് അറിയുന്നത് അടുത്ത സെറ്റിന്റെ മൻസൂർ അലി എന്നാണോ എന്നും മറ്റുമാണ് അയാളുടെ അസിസ്റ്റന്റ് ഡയറക്ടറുടെ പേര്, അസോസിയേറ്റ് അസിസ്റ്റന്റ് കണ്ടാണ്. അപ്പോ അയാളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നത് എമ്പുരാന്റെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ്. ഉടനെ തന്നെ ഞാൻ പറഞ്ഞു പോയി നിയമ നടപടി നേരിടാൻ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി തന്റെ സെറ്റിൽ എന്ന് ബോധ്യം വന്നാൽ പൃഥ്വിരാജ് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? പൃഥ്വിരാജ് പോലീസിൽ ഇൻഫോം ചെയ്യണം. അല്ലാതെ നിയമ നടപടി നീ നേരിട്ടോ എന്ന് പറയുകയല്ല ചെയ്യേണ്ടത്, പോലീസിൽ കീഴടങ്ങാൻ പറയുകയല്ല ചെയ്യേണ്ടത്. പൃഥ്വിരാജാണ്. ഇപ്പൊ നമ്മൾ കോളേജിൽ ഒരു പീഡനം ഉണ്ടായി എന്നിരിക്കട്ടെ, കോളേജിൽ ഒരു പീഡനം ഉണ്ടായാൽ ആ പീഡനത്തെ കുറിച്ച് അറിഞ്ഞാൽ ആദ്യം അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് പ്രിൻസിപ്പലാണ്. ഇവിടെ പൃഥ്വിരാജ് അറിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ക്രൈം പൃഥ്വിരാജ് മറച്ചു വെച്ചത്? ഈ ക്രൈം എല്ലാം മറച്ചു വെച്ചുകൊണ്ട് പരിശുദ്ധന്റെ വേഷം കിട്ടി എന്തുകൊണ്ടാണ് സിനിമാ രംഗത്ത് വന്ന് സിനിമാക്കാരോട് വളരെ, എനിക്ക് അമ്മയുടെ അതിനുശേഷം വളരെ ഒരുപാട് ആൾക്കാർ വന്ന് പൃഥ്വിരാജ് ഏൽക്കട്ടെ അമ്മയുടെ പദവി എന്ന് പറഞ്ഞു. പൃഥ്വിരാജ് അമ്മയുടെ സെക്രട്ടറി ആവട്ടെ അല്ലെ പ്രസിഡന്റ് ആവട്ടെ, പൃഥ്വിരാജ് ഏറ്റെടുക്കട്ടെ അമ്മ എന്നാണ് പറഞ്ഞത്. ഇത്തരം ഒരാളുടെ എങ്ങനെയാണ് ഒരു സംഘടനയുടെ ഭാരവാഹിത്വം ഏറ്റെടുക്കുക? അറിഞ്ഞിട്ട് പോലും മിണ്ടാതിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നത്? എന്നാൽ ഈ അമ്മയുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണങ്ങളിൽ ഏതെങ്കിലും ഒരു നടി വന്ന് പറഞ്ഞോ ഞാനൊരു പീഡന പരാതി അമ്മ എന്ന സംഘടനയിൽ ആർക്കെങ്കിലും നൽകിയിട്ടുണ്ട്, അവർ നടപടിയെടുത്തില്ല എന്ന് പറഞ്ഞു? അവിടേക്ക് പരാതി ചെന്നിട്ടില്ല എന്ന് അവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കണം. കാരണം ആരും പറയുന്നില്ല പരാതി ചെന്നിട്ടില്ല എന്ന്. പൃഥ്വിരാജിന്റെ സെറ്റിൽ പൃഥ്വിരാജിനെ അറിയിക്കാൻ ഇരയായ പെൺകുട്ടി പലവട്ടം ശ്രമം നടത്തുകയും ഇരയായ പെൺകുട്ടി അവിടെ പൃഥ്വിരാജിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ആരാണ് കൃത്യമായ അലംഭാവം കാണിച്ചത്? പൃഥ്വിരാജ് അല്ലേ? അപ്പോൾ പൃഥ്വിരാജും അതുപോലെ തന്നെ മട്ടാഞ്ചേരി മാഫിയയും ഒക്കെ അടങ്ങുന്ന പവർ ടീം, സത്യത്തിൽ പവർ ടീം എന്ന് പറയേണ്ടത് അവരെയാണ്. കാരണം സിനിമാ രംഗത്ത് ആകെപ്പാടെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം മോഹൻലാൽ വന്ന് പറഞ്ഞൊരു വാക്ക്, ആ വാചകം വളരെ പ്രസക്തമാണ്. അതായത് സിനിമാ രംഗത്തെ ഒന്നാകെ, ഒരു വ്യവസായത്തെ ഒന്നാകെ തകർക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഇപ്പോൾ അമ്മയിലെ അംഗങ്ങളെല്ലാം രാജിവെച്ച് പോയി കഴിഞ്ഞാൽ ഉടനെ ഫെഫ്റ്റയിലേക്കായി അവരുടെ ഫോക്കസ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അമ്മയിലെ അംഗങ്ങൾ പോയപ്പോൾ അടുത്ത ഫെഫ്റ്റയിലെ കുറച്ച് മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് WCC എന്ന് പറയുന്ന ഈ സംഘടന, ഞാൻ WCC ചെയ്തതുകൊണ്ടുള്ള ഒരു ഗുണം, ഇത്തരം പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെട്ടു. ഇനി ഒരു സിനിമാ സെറ്റിലേക്ക് പെൺകുട്ടികൾ പോകുമ്പോൾ പെട്ടെന്ന് ചാടിക്കേറി ഒരാൾ ശരീരം ചോദിക്കാൻ പേടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അവിടെയും പല നടിമാരെ സംബന്ധിച്ച വിഷയങ്ങൾ വരുന്നുണ്ട്. പല നടിമാരും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ അവിടെ ചെയ്യുന്നുണ്ട്, പല ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ കൂട്ടിക്കൊടുക്കു പോലും ചെയ്ത നടിമാരെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അമ്മമാരടക്കമുള്ള അവിടെയും സ്ത്രീകളാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ഇവിടെ ഞാൻ പറയുന്നത് WCC അവസരങ്ങളിലൊക്കെ നമ്മൾ രേവതിയെ കുറിച്ചുള്ള ഇത്തരം വിവാദങ്ങൾ വരുമ്പോൾ, ആരോപണങ്ങൾ വരുമ്പോൾ അത് ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഘോരമായി വാദിക്കുന്ന WCCയിലെ ഒരു അംഗത്തിനെതിരെയാണ് ഒരു യുവാവ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അതെന്തുകൊണ്ട് ചർച്ചയാകുന്നില്ല? അതാണ് ഞാൻ പറഞ്ഞത്. ചില മാധ്യമങ്ങൾ ഇവർക്ക് നൽകുന്ന അമിത പ്രാധാന്യം, അവർക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ മയക്കുമരുന്നിനെയും കഞ്ചാവ് പോലുള്ള സാധനങ്ങളെയും മയക്കുമരുന്നിനെയും മദ്യത്തെയും ഒക്കെ എത്രത്തോളം മാധ്യമപ്രവർത്തകർക്ക് എതിർക്കാൻ പറ്റുമെന്നുള്ളതും വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ, അത് മാത്രമല്ല അങ്ങനെയെങ്കിലും സ്ത്രീ വിഷയത്തെയും എതിർക്കാൻ കഴിയാത്ത മാധ്യമപ്രവർത്തകർ ഇവിടെയുണ്ട്.
നിരവധി മാധ്യമപ്രവർത്തകർ അത്തരത്തിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയും ചൂഷണം ചെയ്യാനുള്ള ശ്രമം നടത്തുകയും മെസ്സേജ് അയക്കുകയും അവരുടെ പിണിയാളുകൾക്ക് മാത്രം ജോലി നൽകുകയും ഒക്കെ ചെയ്യുന്ന പ്രവണത കേരളത്തിലുണ്ടെന്നുള്ള കാര്യം യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോ നമുക്ക് ഈ വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ഒരു വിഷയമായി കണ്ടുകൊണ്ട് അഡ്രസ് ചെയ്യാൻ മാധ്യമപ്രവർത്തകർ തയ്യാറാവുന്നില്ല. ഇപ്പൊ രേവതിയുമായി ബന്ധപ്പെട്ട് എന്ത് ഗുരുതരമായ ആരോപണമാണ്. ശീതൽ ശ്യാം എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ഈ വിഷയം നേരത്തെ ഇയാൾ പറഞ്ഞിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിലൂടെ പറയുന്നത് കേട്ടു. അപ്പോ ഇത് നടക്കാത്ത സംഭവമല്ല. രഞ്ജിത്തിനെ സംബന്ധിച്ച് നേരത്തെയും ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. രഞ്ജിത്ത് രേവതിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അവർ തമ്മിലുള്ള ബന്ധം കാരണമായിരിക്കും. ഞാൻ ചോദിക്കുന്നത്, കുറ്റം ചെയ്താൽ അത് ആരാണെങ്കിലും ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ ആ പറയുന്ന വാക്കുകൾക്ക് ഒരു കൃത്യത വേണ്ടേ, അതിനൊരു ക്രെഡിബിലിറ്റി വേണ്ടേ? നമ്മുടെ വീട്ടിലെ ഒരാളാണെങ്കിൽ പോലും അത്തരത്തിലൊരു സ്ത്രീ വിഷയം കാണിച്ചാൽ തള്ളിക്കളയാനുള്ള ആർജവം നമുക്കുണ്ടാവേണ്ടേ? അത്തരത്തിലുള്ള ആർജവം ഉണ്ടാകണം. ഇത് നമ്മുടെ ഇഷ്ടക്കാരൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെയൊക്കെ അങ്ങ് മിണ്ടാതിരിക്കുകയും അവരെയൊക്കെ ന്യായീകരിക്കുകയും അല്ലെങ്കിൽ അവരെ കുറിച്ച് മിണ്ടാതിരിക്കുകയും മറ്റുള്ളവരെയൊക്കെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്യുന്ന ആ ഇരട്ടത്താപ്പിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. WCCക്ക് സ്ത്രീകളുടെ വിഷയത്തിൽ സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആത്മാർത്ഥമായ ഒരു ശ്രമമായിരുന്നു ഇതിന്റെ പിന്നിലുണ്ടായിരുന്നുവെങ്കിൽ അവർ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ, സ്ത്രീകൾക്ക് ഈ സെറ്റുകളിൽ ചെല്ലുമ്പോൾ ശുചിമുറി അടക്കം കിട്ടാത്ത സാഹചര്യമുണ്ട്. വളരെ ഗുരുതരമായ ഒരു ആരോപണമല്ലേ ഉയർന്നത്. ഇത്തരത്തിലൊരു നടിയുടെ കാരവാനിലേക്ക് കയറി ചെന്ന ഒരു ജൂനിയർ നടിയെ ഇവിടെ ബാത്റൂമിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിട്ടു. നമ്മൾ ആരെങ്കിലും അത് ഫേസ് ചെയ്തിട്ടുണ്ടോ? നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ ബാത്റൂമുകളിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ബാത്റൂമിൽ മറ്റൊരാൾ പോകരുത് എന്ന് പറയുന്നുണ്ടോ? എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും എല്ലാ കാറ്റഗറിയിലും പെട്ടവർ ഒരുമിച്ചല്ലേ ഒരു ബാത്റൂമും അല്ലെങ്കിൽ 2, 3, 4 ബാത്റൂം ഉണ്ടെങ്കിലും ആ ബാത്റൂമുകളല്ലേ, കോമൺ ടോയ്ലറ്റുകളല്ലേ ഉപയോഗിക്കുന്നത്? ഇവിടെ ആ നടിക്ക്, ഒരു സ്ത്രീക്ക് ഷൂട്ടിംഗ് സെറ്റിൽ വളരെ കൃത്യമായി അവർക്ക് പോകാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് കാരവാനിലേക്ക് ചെന്ന ഒരു നടിയെ, ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ പറഞ്ഞു വിട്ടുവെങ്കിൽ എന്ത് ആത്മാർത്ഥതയും എന്ത് സ്ത്രീപക്ഷവുമാണ് ഇവർ പറയുന്നത്. അവിടെയൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്, ഈ ഇരട്ടത്താപ്പ്, ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് WCCയെ ചോദ്യം ചെയ്യാൻ എന്നെ പോലുള്ള ആൾക്കാരെ പ്രേരിപ്പിക്കുന്നത്. ഞാൻ സ്ത്രീപക്ഷത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ദിലീപ്, മോഹൻലാൽ, മമ്മൂട്ടി ഈ ഒരു ടീമിനെ ഇല്ലാതാക്കാനായി കുറെ പേർ ശ്രമിക്കുന്നുണ്ട് എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഇപ്പൊ പുറത്തു വരുന്ന പല കാര്യങ്ങളും. യഥാർത്ഥത്തിൽ അതെ, പഴയ തലമുറ സിനിമാക്കാരെ ഒന്നാകെ മാറ്റി നിർത്തുകയും പുതിയ തലമുറയ്ക്ക് അധികാരവും അതുപോലെ തന്നെ അവരുടെ തെമ്മാടിത്തരവും കാണിക്കാനുള്ള വേദികളാക്കി സിനിമയെ മാറ്റാനുള്ള ആവശ്യമാണ്. ഇവിടെ കള്ളപ്പണം അടക്കമുള്ള വിഷയങ്ങൾ, പുതുതലമുറയിലെ ലഹരി അടക്കമുള്ള വിഷയങ്ങളില്ലേ, അതെന്താണ് ചർച്ച ചെയ്യാത്തത്? ഏറ്റവും കൂടുതൽ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള സിനിമയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മുതിർന്ന പല നടന്മാരും പല സംവിധായകരും ഒക്കെ സിനിമയിലെ ലഹരിയുടെയും മയക്കുമരുന്ന് ഉപയോഗത്തിന്റെയും കള്ളപ്പണത്തിന്റെയും രാജ്യവിരുദ്ധതയും ഒക്കെ തുറന്നു കാട്ടിയിട്ടുണ്ട്. ഇതൊക്കെ മറച്ചു വെക്കാനുള്ള ശ്രമമല്ലേ നടക്കുന്നത്? യഥാർത്ഥത്തിൽ ഇതൊന്നും ഇല്ലാത്തതാണ്. സിനിമാ സെറ്റുകളിൽ ലഹരിയുടെ ഉപയോഗം, മയക്കുമരുന്നിന്റെ ഉപയോഗം, അത്തരത്തിലുള്ള ഉപയോഗങ്ങൾ അഡ്രസ് ചെയ്യണ്ടേ? ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഒരു കൃത്യമായി എഴുതിപ്പെട്ടിട്ടുണ്ട്. ഒരു സ്ത്രീ അവർ ഷൂട്ടിംഗ് സെറ്റിൽ എത്തുമ്പോൾ ആ ഷൂട്ടിംഗ് സെറ്റിൽ സംവിധായകന് 4 ലക്ഷം രൂപ വെച്ച് നഷ്ടം വന്നു എന്നാണ്. അത് ഏത് നടിയാണെന്ന് മനസ്സിലാവുന്നില്ല. അവർ പറയുന്നത് എനിക്ക് മൂടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മയക്കുമരുന്ന് കഴിച്ച് അവർ മൂടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവരുടെ ബോയ് ഫ്രണ്ടിനെ കൊണ്ട് അനുനയിപ്പിച്ച് പിന്നീടാണ് ഇവരെ അഭിനയിപ്പിക്കാൻ ശ്രമിച്ചതെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം എഴുതി വെച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് പോലുള്ള ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നത്തെ, ഏറ്റവും ഗുരുതരമായ പ്രശ്നത്തെ, അതായത് സ്ത്രീ പീഡനം അടക്കമുള്ള വിഷയങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കുന്ന അത്തരത്തിലുള്ള ഈ സിനിമാ നടന്മാരെയും നടിമാരുടെയും ഒക്കെ പ്രജ്ഞ നശിപ്പിച്ചു കഴിയുന്ന അത്തരത്തിലുള്ള ഗുരുതരമായ വിഷയങ്ങളിലേക്ക് എന്താണ് ചർച്ച പോകാത്തത്? യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നു, മട്ടാഞ്ചേരി മാഫിയ ഉണ്ടാക്കിയ ഒരു വലിയ അംഗമാണിത്. പക്ഷേ ഈ അംഗം കൊണ്ട് ഒരേ ഒരു ഗുണമേ സ്ത്രീകൾക്കുണ്ടായിട്ടുള്ളൂ. സ്ത്രീകൾക്ക് സിനിമയിൽ ചെല്ലുമ്പോൾ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ, ആ സാധ്യതകൾ ഒരുപക്ഷെ ശരീരം ചോദിക്കാനുള്ള സാധ്യതകൾ അടയ്ക്കുന്നുണ്ട്. അതും ഒപ്പം ചിലപ്പോ ഇനിയും എല്ലാ സെറ്റുകളിലും ഇവർക്ക് അടിസ്ഥാനപരമായി ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കടക്കം നല്ല മുറികളും നല്ല ശുചിമുറികളും ഒക്കെ കിട്ടാനുള്ള സംവിധാനം ഉണ്ടാകാം. അത് ചർച്ച ചെയ്യപ്പെട്ട വിഷയമല്ല. ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ താമസം, ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ശുചിമുറി അടക്കമുള്ള വിഷയങ്ങൾ, ഇതൊന്നും അഡ്രസ് ചെയ്യപ്പെട്ട വിഷയമല്ല. നായിക നിലനിൽക്കുന്ന നടിമാർക്ക് മാത്രമാണ് കാരവാൻ കിട്ടുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാതെ ഫോക്കസ് ഒരു ദിശയിലേക്ക് മാത്രം മാറ്റുന്നത് സിനിമ ഇൻഡസ്ട്രിക്ക് ഗുണകരമല്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ സർക്കാർ ഈ വിഷയത്തിൽ ഒരു കോൺക്ലേവ് നടത്തണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. അപ്പോഴും കോൺക്ലേവ് വരാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ സംഘടനയിൽ, ഞാൻ പ്രധാനപ്പെട്ട കാര്യം ചോദിക്കട്ടെ, ഈ സംഘടനയുടെ ഭാഗമായിരുന്ന വിധു വിൻസെന്റ് എന്തുകൊണ്ടാണ് ഈ സംഘടന വിട്ടുപോയത്? വിധു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് ഇവിടുത്തെ ഒരു നടിയെ, വിധു ഒരു പുതുമുഖ സംവിധായികയായിരുന്നു. വിധു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളല്ല എടുക്കുന്നത്. അതുകൊണ്ട് വിധു പാർവതിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തോടെന്നാണ് പോയതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാർവതി ഒരു സിനിമയുടെ കഥ പറയുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ വിളിച്ചിട്ടു.
വിധു വിളിച്ചിട്ട് പ്രതികരിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് വിട്ടുപോയെന്ന് പറഞ്ഞില്ലേ? എന്ത് സ്ത്രീപക്ഷമാണ് ഇവരൊക്കെ പറയുന്നത്? ഒരു സ്ത്രീ സംവിധായകയുടെ ചിത്രത്തിൽ 1 രൂപ കിട്ടിയില്ലെങ്കിലും അവാർഡ് വിന്നിംഗ് ആയ ഒരു സ്ത്രീ സംവിധായകയാണ്. ആ 1 രൂപ കിട്ടിയില്ലെങ്കിലും താൻ സിനിമയ്ക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യും. അല്ലെങ്കിൽ ഇവരൊക്കെ പറയുന്നത് ഇവരെന്ത് കലാപരം, ഇവരൊക്കെ വലിയ ആർട്ടിസ്റ്റുകളാണെന്ന് പറയുന്നത്. ഇവരൊക്കെ കലാപരമായ മേന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഏതെങ്കിലുമൊക്കെ സിനിമ കാശ് കിട്ടാതെയും ചെയ്യണ്ടേ? സമൂഹത്തിന് മെസ്സേജ് നൽകുന്ന സിനിമകൾ ചെയ്യണ്ടേ? നമ്മളപ്പോ സ്വതന്ത്ര സിനിമ എന്ന് പറയുന്നത് മറ്റു സിനിമകളെ മാറ്റി നിർത്തും. കുറച്ചെങ്കിലും ഇപ്പൊ എനിക്ക് തോന്നുന്നത് കുറച്ചെങ്കിലും ഒക്കെ സാമൂഹ്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന, സാമൂഹ്യ വിഷയങ്ങൾ പറയുന്ന, കുറച്ചൊക്കെ നമ്മൾ ചിലപ്പോ അരാജകത്വ സിനിമകൾ എന്ന് പറയുന്നെങ്കിലും ഏതെങ്കിലും തരത്തിൽ സാമൂഹ്യ വിഷയങ്ങൾ പറയുന്ന സിനിമ സ്വതന്ത്ര സിനിമകളാണ്. അത്തരത്തിലുള്ള സിനിമകളിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും സിനിമയുടെ പ്രോജക്റ്റിന്റെ ഭാഗമാകാനോ ഇവർ ശ്രമിച്ചിട്ടുണ്ടോ? മഞ്ജു വാര്യർ ഒരു സിനിമയ്ക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു. ആ സിനിമയ്ക്ക് മഞ്ജു വാര്യർ ശ്രമിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, അവർക്ക് റെഡ് കാർപ്പറ്റിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഇന്റർനാഷണൽ അവാർഡുകളൊക്കെ കേട്ടാൻ വേണ്ടി മാത്രമാണ്. ആ കാര്യത്തിലൊരു സംശയമില്ല. അതുപോലെ തന്നെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയം കലയ്ക്ക് വേണ്ടിയുള്ളതാകണം എന്ന് നമ്മൾ വാദിക്കുമ്പോഴും ഈ കലയിൽ ഉണ്ടായിരിക്കുന്ന കല സമൂഹത്തിന്റെ കണ്ണാടിയാണ്. പലപ്പോഴും പണ്ടുകാലത്ത് നമുക്കറിയാം കവിതയും പാട്ടും സിനിമയും അതുപോലെ തന്നെ സാഹിത്യകൃതികളും ഒക്കെ ആയിരുന്നു മനുഷ്യനെ ചിന്തിപ്പിക്കുകയും പല കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിരുന്നത്. ഇന്ന് സിനിമ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒമർ ലുലുവിനെ പോലുള്ള സംവിധായകനെതിരെ പരാതി വന്നിട്ട് എന്തെങ്കിലും ഒരു അക്ഷരം ഈ WCC മിണ്ടിയോ? അലൻ സിയറിനെതിരെ പരാതി വന്നിട്ട് മിണ്ടിയോ? ഏത് വിഷയത്തിൽ ലിജോ കൃഷ്ണയ്ക്കെതിരെ പരാതി വന്നിട്ട് മിണ്ടിയോ? അപ്പോ ആകെ അവർക്ക് തൂക്കിക്കൊല്ലേണ്ടതും അവർക്ക് ഉപദ്രവിക്കേണ്ടതുമായ ഒരേ ഒരാളെ ഉള്ളൂ. അവരെല്ലാം ആക്റ്റീവായി സജീവമായി നിൽക്കുന്നത് ദിലീപിന്റെ വിഷയത്തിൽ മാത്രമാണ്. അതെന്തുകൊണ്ടാണ്? അവിടെയാണ് ഈ സംശയം ഉണ്ടാകുന്നത്. ഈ നിൽക്കുന്ന നടിമാരെല്ലാം വളരെ നന്നായി സിനിമയിൽ അഭിനയിച്ച് അവർക്കൊക്കെ ഒരു പീഡനവും ഏൽക്കാത്തവരാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. ഇന്നത്തെ മുഖ്യധാരയിൽ എത്തിയിട്ടുള്ള മികച്ച നടിമാരെല്ലാം തന്നെ അത്തരത്തിലുള്ള പല പീഡനങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാകും. അത് അത്തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പക്ഷേ എതിർത്തിട്ടുണ്ടാവും, ഒരു പക്ഷേ ഉണ്ടാവില്ല. സിനിമാ രംഗത്തുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളാണ്, അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ അതിന്റെ ഇടയിലൂടെ ചിലർ അവരുടെ വ്യക്തിവൈരാഗ്യം തീർക്കാനും മറ്റുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് കൊണ്ട് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോകുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ആ വ്യക്തിവൈരാഗ്യമൊക്കെ അവസാനിപ്പിച്ച് സിനിമാ ഇൻഡസ്ട്രിയെ ഉദ്ധരിക്കാനും സ്ത്രീകൾക്ക് മാന്യമായ പദവി കിട്ടത്തക്കവണ്ണം എല്ലാ സെറ്റുകളിലും അതിനുള്ള സൗകര്യം ഒരുക്കാനും അവർക്ക് മറ്റുള്ള തരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടാകാതിരിക്കാനുമുള്ള ശ്രമങ്ങൾക്കാണ് നമ്മൾ മുൻകൈ എടുക്കേണ്ടത്. അത്തരത്തിലുള്ള ശ്രമങ്ങൾ ചർച്ചയാവണം. അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ പോകണം. മയക്കുമരുന്ന് അടക്കമുള്ള വിഷയങ്ങളിലേക്കാണ് ഇനി ചർച്ച തിരിക്കേണ്ടത്. കാരണം ഇത്രയും ദിവസത്തിനിടയിൽ വരാവുന്ന എല്ലാ ഇരകളും വന്ന് അവർക്ക് നേരിട്ട പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനുള്ള സാധ്യതകൾ കുറവാണ്. അത് തിരിച്ചും മറിച്ചും ഒക്കെ ആരെങ്കിലും ഒക്കെ സോപ്പിട്ടുകൊണ്ട് മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും മുന്നോട്ട് വരും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം റേറ്റിംഗ് ആണ്. ഓൺലൈൻ ചാനലുകാരുടെ കാര്യത്തിലാണെങ്കിൽ ഒന്നും പറയണ്ട, പരമാവധി കിട്ടിയ അവസരം ഓൺലൈൻകാർ മുതലാക്കുകയാണ് ഇത്തരത്തിലുള്ള അപസർപ്പ കഥകൾ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് സിനിമ ഇൻഡസ്ട്രിക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ഇനി ചർച്ച പോകേണ്ടതുണ്ട്. കുറച്ചു കാലമെങ്കിലും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിലേക്ക് ഓൺലൈൻ മാധ്യമങ്ങളും സിനിമാക്കാരും ഒക്കെ ചർച്ച തിരിക്കണം. അതിനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദി മാം പ്രതികരിച്ചതിന്. എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.